പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ടാമത്തെ യൂണിറ്റ് പഠിച്ചു തുടങ്ങിയിരുന്നു. രണ്ടാമത്തെ യൂണിറ്റ് വൈദ്യുതിയുടെ കാന്തിക പ്രഭാവം, മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അതിൽ നമ്മൾ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്രൊഡ്യൂസസ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ്. ഒരു കറണ്ട് പ്രവഹിക്കുന്ന ചാലകത്തിനു ചുറ്റും കാന്തിക മണ്ഡലം ഉണ്ടാകുന്നുവെന്ന് പഠിച്ചു. ഒരു പരീക്ഷണം നമ്മൾ ചെയ്തു, ഓർമ്മയുണ്ടോ? ഈർസ്റ്റഡ് എക്സ്പെരിമെൻറ്റ്. അവിടെ കറണ്ടിൻ്റെ ദിശ മാറുന്നതിനനുസരിച്ച് കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയ്ക്ക് മാറ്റം ഉണ്ടാകുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ അതുമായി ബന്ധപ്പെട്ട നമുക്ക് ഈ കറണ്ടിൻ്റെ ദിശയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ദിശയും തമ്മിൽ എളുപ്പത്തിൽ ഓർമ്മിച്ചിരിക്കാനായിട്ട് ഒരു ചെറിയൊരു പരീക്ഷണം നമുക്ക് ചെയ്തു നോക്കാം. അത് നമ്മുടെ പാഠപുസ്തകത്തിൽ ആ പരീക്ഷണം പ്രതിപാദിച്ചിട്ടില്ല. അത് ആംബിയസ് സ്വിമ്മിംഗ് റൂൾ എന്നാണ് അറിയപ്പെടുന്നത്. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? നോക്കൂ, ഈ സ്ട്രെയിറ്റ് കണ്ടക്ടർ, ഇതാണ് സ്ട്രെയിറ്റ് കണ്ടക്ടർ. ഈ സ്ട്രെയിറ്റ് കണ്ടക്ടറിനെ പാരലൽ ആക്കി ഈ മാഗ്നറ്റിക് നീഡിൽ വെക്കണം. ആദ്യം ഇതുപോലെ മാഗ്നറ്റിക് നീഡിൽ ഒരല്പസമയം കൊടുത്താൽ ആ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ഷൻ നിലച്ച് അത് റെസ്റ്റിൽ വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട്, ഉണ്ടോ? ഇത് റെഡ്, അത് പോസിറ്റീവ്, ഇത് ബ്ലാക്ക് നെഗറ്റീവ്. അപ്പോൾ ഈ കാണുന്നത് റെഡ് ടെർമിനൽ പോസിറ്റീവ്. ഇപ്പോൾ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് നമുക്ക് ഈ എൻഡ് എ എന്നും ഇത് ബി എന്നും പറയാം. അപ്പോൾ കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ടാ? എയിൽ നിന്ന് ബിയിലേക്ക്. അപ്പോൾ ഇവിടെ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വസ്തുവിനെ കണ്ടല്ലോ, ഇതൊരു ഡോളാണ്. അപ്പോൾ ഞാൻ ഈ ഭാഗത്ത് റെഡ് പെയിൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ലെഫ്റ്റ് ഹാൻഡാണ്. ഈ ഡോളിനെ സംബന്ധിച്ചിട്ട് ഇത് ലെഫ്റ്റ് ഹാൻഡാണ്. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇതിനെ ഹാങ് ചെയ്യിക്കുകയാണ്. കണ്ടുവല്ലോ. അപ്പോൾ നമുക്കൊന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. ഇത് ഡോളിൻ്റെ ലെഫ്റ്റ് ഹാൻഡ്, ഇവിടെ സ്ട്രെയിറ്റ് കണ്ടക്ടർ, അതിന് താഴെയായിട്ട് മാഗ്നറ്റിക് നീഡിൽ സ്ട്രെയിറ്റ് കണ്ടക്ടറിന് പാരലായിട്ടിരിക്കുകയാണ്. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നോക്കൂ, ഉണ്ടോ? സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്താ കണ്ടത്? മാഗ്നറ്റിക് നീഡിൽ എങ്ങോട്ടാണ് ഡിഫ്ലക്റ്റ് ചെയ്തത്? നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ ഈസ് ഡിഫ്ലക്റ്റഡ് ടുവേഴ്സ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ പേഴ്സൺ. അപ്പോൾ നമുക്കിതിനെ ഒരു ലോ ആക്കി പറഞ്ഞു നോക്കിയാലോ? ഒരു നിയമമാക്കി നമുക്ക് പറഞ്ഞു നോക്കിയാലോ? അതായത് ഹിയർ ദിസ് പേഴ്സൺ ഇമാജിൻ ടു സിംസ് അലോങ് ദ കണ്ടക്ടർ. ഈ കണ്ടക്ടറിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് ഈ പേഴ്സൺ സിം ചെയ്യുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക. സിം ചെയ്യുമ്പോൾ നീഡിലിൻ്റെ ഉണ്ടോ ലെഫ്റ്റ് ഹാൻഡ് നീഡിലിൻ്റെ നോർത്ത് പോൾ ഈ പേഴ്സൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഇഫ് ദ ഒബ്സർവർ ഓർ ദ പേഴ്സൺ ഇമാജിൻ ടു സിംസ് along the conductor, then north pole of the
നീഡിൽ ഈസ് ഡിഫ്ലക്റ്റഡ് ടുവേഴ്സ് ഹിസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇനി നമുക്ക് കറണ്ടിൻ്റെ ഡയറക്ഷനോ തിരിച്ചു നോക്കിയാലോ. ഇപ്പോൾ ഞാൻ ഈ പോസിറ്റീവ് നെഗറ്റീവ് പരസ്പരം മാറ്റി കണക്ട് ചെയ്യുകയാണ്. പോസിറ്റീവ് ഇവിടെ കണക്ട് ചെയ്യുന്നു, നെഗറ്റീവ് ഇവിടെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ്? ഡയറക്ഷൻ ഓഫ് കറണ്ട് ഈസ് ഫ്രം ബി ടു എ, ഈ എൻഡിൽ നിന്ന് ഈ എൻഡിലേക്ക്. അപ്പോൾ ഈ ഡോളിനെ തിരിച്ച് നമ്മൾ സിം ചെയ്യിക്കുകയാണ്, അല്ലെങ്കിൽ ഈ പേഴ്സനെ തിരിച്ച് നമ്മൾ സിം ചെയ്യിക്കുകയാണ്. അപ്പോൾ ഈ നീഡിലിൻ്റെ നോർത്ത് പോൾ എങ്ങോട്ടാണ് ഡിഫ്ലക്റ്റ് ചെയ്ത് നോക്കൂ, ഉണ്ടല്ലോ. അപ്പോൾ ദിസ് ഈസ് ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ പേഴ്സൺ. നീഡിൽ നോർത്ത് പോൾ ഓഫ് ദ നീഡിൽ ഈസ് ഡിഫ്ലക്റ്റഡ് ടുവേഴ്സ് ഹിസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ ദിസ് റൂൾ ഈസ് കാൾഡ് ആംബിയസ് സിമ്മിങ് റൂൾ. നമുക്ക് ഒരു വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിനു ചുറ്റും ഉണ്ടാവുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഈ റൂൾ നമുക്ക് ഉപയോഗിക്കാം. ഇത് പാഠപുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടില്ല, എങ്കിലും എല്ലാവരും ഇത് ഓർത്ത് വെക്കുക. അപ്പോൾ ഈർസ്റ്റഡിൻ്റെ പരീക്ഷണവും ആംബിയസ് സ്വിമ്മിംഗ് റൂളും ഒക്കെ നമ്മൾ പഠിച്ചു. ഒരു വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും കാന്തിക മണ്ഡലം ഉണ്ടാവുന്നു, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നൊന്നും പഠിച്ചു. ഈ മാഗ്നറ്റിക് ഫീൽഡിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? വാട്ട് ആർ ദ പെക്യുലിയാരിറ്റീസ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് അറൗണ്ട് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ? നമുക്ക് ഒന്ന് രണ്ട് പരീക്ഷണം കൂടെ ചെയ്തു നോക്കാം. ഇവിടെ എൻ്റെ കയ്യിൽ ഇതുപോലൊരു ഉപകരണമുണ്ട്. നമുക്ക് ഈ ഉപകരണം ഉപയോഗിച്ച് ഈ പരീക്ഷണം ചെയ്ത് നോക്കാം. ഞാനിവിടെ ഈ ഉപകരണത്തിൽ ഒരു സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സ്ട്രെയിറ്റ് കോപ്പർ റോഡുണ്ട്. ഈ കാണുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് കണക്റ്റിംഗ് വയേഴ്സാണ്. ഇവിടെ രണ്ട് ടെർമിനൽസ് ഉണ്ട്. അപ്പോൾ ഈ ഒന്നാമത്തെ ടെർമിനലിൽ പോസിറ്റീവ് കണക്ട് ചെയ്യാണ്, രണ്ടാമത്തേതിൽ നെഗറ്റീവും കണക്ട് ചെയ്യുക. കണ്ടുവല്ലോ, ഇത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഇതൊരു മാഗ്നറ്റിക് കോമ്പസാണ്. അപ്പോൾ മാഗ്നറ്റിക് കോമ്പസും ഇവിടെ വച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വൈദ്യുതി കടത്തി വിട്ട് നോക്കാം. ഇതാ നോക്കൂ, മാഗ്നറ്റിക് നീഡിൻ്റെ ഡിഫ്ലക്ഷൻ കണ്ടില്ലേ? എങ്ങോട്ടാണ് മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്? ഇവിടെ ഈ മാഗ്നറ്റിക് നീഡിലിനെ, ഈ മാഗ്നറ്റിക് കോമ്പസിനെ ഞാൻ ഇതിന് ചുറ്റും കൊണ്ടുപോവുകയാണ്. നിങ്ങൾ നോക്കുക, ഇതുപോലെ ഇതിന് ചുറ്റും ഈ നീഡിലിനെ ഞാൻ ഇതുപോലെ കണ്ടോ, ഈ മാഗ്നറ്റിക് കോമ്പസിനെ ഇങ്ങനെ കൊണ്ടുപോകണം. അന്നേരം ഈ നോർത്ത് പോളിൻ്റെ ചലനം എങ്ങോട്ടാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതിന് ചുറ്റും ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് നോർത്ത് പോൾ ചലിക്കുന്ന ദിശ നോക്കുക. ഇവിടെ കറണ്ടിൻ്റെ ദിശ ഏതാണ്? കറണ്ടിൻ്റെ ദിശ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. നമുക്കറിയാം, കറണ്ടിൻ്റെ ദിശ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. അപ്പോൾ ഇത് പോസിറ്റീവ്, ഇവിടെ സ്വിച്ച് ഉണ്ട്. ഈ പോസിറ്റീവ് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ കണ്ടക്ടറിൻ്റെ താഴെയാണ്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? ഫ്രം ബോട്ടം ടു ടോപ്പ്, താഴെ നിന്ന് മുകളിലേക്ക് കറണ്ടിൻ്റെ ദിശ. ഇത് ചലിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. ഇവിടെ നിങ്ങൾ കണ്ടു കറണ്ടിൻ്റെ ഡയറക്ഷൻ താഴെ നിന്ന് മുകളിലേക്കാണ്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ താഴെ നിന്ന് മുകളിലേക്ക്, ഈ മാഗ്നറ്റിക് കോമ്പസിൻ്റെ നോർത്ത് പോളിൻ്റെ ചലനദിശ ഇങ്ങനെയായിരുന്നു. അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, നമ്മുടെ വാച്ചിലെ സൂചികളുടെ ചലനദിശയ്ക്ക് വിപരീതമായി. ഈ കണ്ടക്ടറിനെ നമ്മൾ വലത് കൈകൊണ്ട് ഇങ്ങനെ പിടിക്കുകയാണെന്ന് വിചാരിക്കുക. ഈ കണ്ടക്ടറിനെ വലത് കൈകൊണ്ട് ഇങ്ങനെ പിടിക്കുകയാണ്, ഉണ്ടല്ലോ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ തള്ളവിരൽ കറണ്ടിൻ്റെ ഡയറക്ഷനെ സൂചിപ്പിക്കണം. അപ്പോൾ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ നമ്മുടെ വലത് കൈയിൽ
ഇങ്ങനെ പിടിക്കുക. ഏത് രീതിയിലാണ്? കറണ്ടിൻ്റെ ദിശയെ നമ്മുടെ ഈ തള്ളവിരൽ, അതായത് തമ്പ് റെപ്രസെൻ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മറ്റു വിരലുകളുടെ വക്രത എന്തിനെ സൂചിപ്പിക്കും? കാന്തിക മണ്ഡലത്തെ സൂചിപ്പിക്കും. ഇതാണ് മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്നറിയപ്പെടുന്നത്. എങ്ങനെയാണ്? കറണ്ടിൻ്റെ ദിശയിൽ നമ്മുടെ പെരുവിരൽ വരണം, വലത് കൈയുടെ പെരുവിരൽ. അപ്പോൾ ഈ കണ്ടക്ടറിനെ ചുറ്റിയിരിക്കുന്ന മറ്റ് ഫിംഗേഴ്സ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്ക് തരുന്നു. അപ്പോൾ ഈ വസ്തുതയെ നമുക്കൊരു നിയമമായി പറയാം. അത് ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ എന്ന ശാസ്ത്രജ്ഞനാണ് ഇതൊരു നിയമമായി ആവിഷ്കരിച്ചത്. അപ്പോൾ എന്താണ് മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ? ഇഫ് ദ കറണ്ട് കാരിയിങ് കണ്ടക്ടർ ഈസ് ഹെൽഡ് ഇൻ റൈറ്റ് ഹാൻഡ് വിത്ത് thumb pointing the direction of current, then the other fingers encircling the conductor represents the direction of magnetic field. അതായത് വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തെ വലത് കൈയിൽ നമ്മളിങ്ങനെ പിടിക്കുകയാണെങ്കിൽ നമ്മുടെ പെരുവിരൽ ഏതിൻ്റെ ദിശയിലായിരിക്കണം? കറണ്ടിൻ്റെ ദിശയിൽ. അങ്ങനെയാണെങ്കിൽ മറ്റ് ഫിംഗേഴ്സ്, ചാലകത്തെ ചുറ്റിയിരിക്കുന്ന മറ്റ് ഫിംഗേഴ്സിൻ്റെ ഡയറക്ഷനാണ് എന്തിൻ്റെ ഡയറക്ഷൻ? കാന്തിക മണ്ഡലത്തിൻ്റെ ഡയറക്ഷൻ. ഇനി കറണ്ടിൻ്റെ ദിശ വിപരീതമാക്കിയാലോ? അതായത് താഴേക്ക് ഇങ്ങനെ ആക്കിയാലോ? അപ്പോൾ എന്ത് സംഭവിക്കുന്നു? മാഗ്നറ്റിക് ഫീൽഡ് ക്ലോക്ക് വൈസ് ആകും. മുകളിലേക്കായിരുന്നപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരുന്നു. ക്ലിയർ? ഈ നിയമത്തെ തന്നെ നമ്മൾ മാക്സ്വെൽസ് സ്ക്രൂ റൂൾ ഉപയോഗിച്ച് നമുക്ക് പറയാം. ഈ നിയമത്തെ തന്നെ നമുക്ക് മാക്സ്വെൽസ് സ്ക്രൂ റൂൾ ഉപയോഗിച്ചും പറയാം. റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ നോക്കൂ, ഇതുപോലൊരു വലത്തോട്ട് പിരിയുള്ള ഒരു സ്ക്രൂ എടുക്കുക. ഈ സ്ക്രൂവിനെ നമ്മൾ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇങ്ങനെ തിരിക്കുക. ഉണ്ടോ? അപ്പോൾ തിരിക്കുന്ന സമയത്ത് ഈ സ്ക്രൂവിൻ്റെ ടിപ്പ് എങ്ങോട്ടാണ് അഡ്വാൻസ് ചെയ്യുന്നത്? ഈ ഡയറക്ഷൻ. പക്ഷേ സ്ക്രൂ തിരിയുന്നത് എങ്ങോട്ടാണ്? ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണല്ലോ. അപ്പോൾ ഇഫ് എ റൈറ്റ് ഹാൻഡ് സ്ക്രൂ ഈസ് ഇമാജിൻ ടു ബി റൊട്ടേറ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ടിപ്പ് ഓഫ് ദ സ്ക്രൂ അഡ്വാൻസസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്, then the direction of rotation of the screw gives the direction of magnetic field. ഒരിക്കൽ കൂടി, if a right hand screw is imagined to be rotated in such a way that the tip of the screw advances in the direction of current, then direction of rotation of the screw gives the direction of magnetic field. അത് ഒരു വലത്തോട്ട് പിരിയുള്ള ഒരു സ്ക്രൂ നമ്മൾ തിരിക്കുകയാണെങ്കിൽ ഏത് രീതിയിലാണ് തിരിക്കേണ്ടത്? ആ സ്ക്രൂവിൻ്റെ ടിപ്പ്, അഗ്രം, അത് കറണ്ടിൻ്റെ ഡയറക്ഷനെ സൂചിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ സ്ക്രൂവിൻ്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ, സ്ക്രൂ തിരിയുന്ന ദിശ, അത് ഇതിനു ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയെ സൂചിപ്പിക്കും.
അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്രൊഡ്യൂസസ് മാഗ്നറ്റിക് ഫീൽഡ്. The direction of magnetic field depends on the direction of current. വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിനു ചുറ്റും കാന്തിക മണ്ഡലം ഉണ്ടാവും. ആ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ എന്ന് പറയുന്നത് ആ ചാലകത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശയെ ആശ്രയിച്ചിരിക്കും. പിന്നെ നമ്മൾ 2 നിയമം പഠിച്ചല്ലോ. ഏതൊക്കെയാണ് ആ നിയമങ്ങൾ? ഒന്നാമത്തെ നിയമം മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. രണ്ടാമത്തേത് ഏതാ? മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. ഈ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ സയൻസ് ഡയറിയിൽ അപ്പോൾ തന്നെ രേഖപ്പെടുത്തേണ്ടതുണ്ട്. രേഖപ്പെടുത്തുകയും പാഠപുസ്തകം വായിക്കുകയൊക്കെ ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മുടെ സ്ട്രെയിറ്റ് കണ്ടക്ടർ ഇതാണ്. ഞാൻ ഈ കണ്ടക്ടറിനെ ഇങ്ങനെ വലത് കൈ കൊണ്ട് പിടിക്കുകയാണ്. ഏത് രീതിയിലാണ്? കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മുടെ ഈ പെരുവിരൽ സൂചിപ്പിക്കണം. ഇവിടെ ഇപ്പോൾ കറണ്ട് പോസിറ്റീവ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ കറണ്ടിൻ്റെ ദിശ ഇതാണ്, മുകളിലേക്ക്. കണ്ടുവല്ലോ. അപ്പോൾ തമ്പ് റെപ്രസെൻറ്റ്സ് ഡയറക്ഷൻ ഓഫ് കറണ്ട്. ദെൻ ദ ഫിംഗേഴ്സ് encircling the conductor gives the direction of magnetic field. Here the direction of magnetic field is anti-clockwise. ഇനി ഇത് നമ്മൾ തിരിച്ച് കണക്ട് ചെയ്യുന്ന സമയത്തോ ഒന്ന് നോക്കൂ, ഇതുപോലെ തിരിച്ച് കണക്ട് ചെയ്യാണ്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇപ്പോൾ എങ്ങനെയായി? മുകളിൽ നിന്ന് താഴേക്ക്. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ഈ കണ്ടക്ടറിനെ പിടിക്കണം. അപ്പോൾ തമ്പ് റെപ്രസെൻറ്റ്സ് ഡയറക്ഷൻ ഓഫ് കറണ്ട്. The fingers encircling the conductor gives the direction of magnetic field. ഇവിടെ ഇപ്പോൾ എന്താണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ? പ്രദക്ഷിണ ദിശ, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലിയർ? അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ വ്യക്തമായി പഠിക്കുക. ഇനി നിങ്ങൾക്ക് 1-2 അസൈൻമെൻറ്റ് തരികയാണ്. ഒന്നാമത്തെ ചോദ്യം: സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു കാന്തസൂചിയുടെ താഴെ കൂടി തെക്ക് വടക്കോട്ട് ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിപ്പിക്കുന്നു. ചോദ്യം എ: കാന്തസൂചിയുടെ ഉത്തരധ്രുവം ഏത് ദിശയിലാണ് തിരിയുക? ബി: ഏത് നിയമം പ്രയോജനപ്പെടുത്തിയാണ് ഈ നിഗമനത്തിൽ എത്തിച്ചേർന്നത്? സി: നിയമം പ്രസ്താവിക്കുക. ഡി: ചാലകത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹം കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ ആയാൽ കാന്തസൂചിയുടെ വിഭ്രംശത്തെക്കുറിച്ച് നിങ്ങളുടെ ഊഹം എന്താണ്? കാരണം വിശദമാക്കുക. Current is passed from south to north through a conductor placed below a freely pivoted magnetic needle. Question A: to which direction will the north pole of the magnetic needle turn? B: which is the rule used to arrive at this inference? C: state the rule. D: if the current flows in the conductor in the east-west direction, what do you guess about the deflection of the magnetic needle? Explain. അപ്പോൾ എല്ലാവരും തന്നെ ഈ അസൈൻമെൻറ്റ് ചെയ്ത് അടുത്ത ക്ലാസ്സിൽ വരണം. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്
വൈദ്യുതിയുടെ പ്രഭാവങ്ങളെക്കുറിച്ചാണ്. ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. നമ്മുടെ വീടുകളിലെ ഉപകരണങ്ങൾ വർക്ക് ചെയ്യുന്നത് വൈദ്യുതിയുടെ പല പല പ്രഭാവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്, ഇഫക്ട്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. നന്നായി പഠിക്കുക. ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി പഠിച്ചാൽ മാത്രമേ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഒരു ഈസിനെസ് അനുഭവപ്പെടത്തുള്ളൂ. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പഠന പ്രവർത്തനങ്ങളുമായി കാണാം.